നമസ്കാരം. സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും മതപരമായ പ്രാർത്ഥനകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്ന ശിവൻകുട്ടി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഒരു മതത്തെയും പ്രകീർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഒരു മതത്തെയും പ്രകീർത്തിക്കുന്ന രീതിയിലായിരിക്കരുത് പ്രാർത്ഥന എന്നുള്ള, അല്ലെങ്കിൽ പ്രകൃതിയെ ഒക്കെ തന്നെ വന്ദിക്കുന്ന രീതിയിലായിരിക്കണം. പ്രകൃതി എന്നത് ഈശ്വര സങ്കല്പമാണ് എന്നുള്ള കാര്യം ശിവൻകുട്ടി സഖാവിന് അറിയാമോ എന്തോ. എന്തൊക്കെയായാലും ശരി, ഇവിടെ ഇതൊക്കെ ഇപ്പം വിവിധ മതവിഭാഗത്തിൽപ്പെട്ട മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ യേശുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ പാട്ടുകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ തന്നെ, അത് പൊതുവിദ്യാലയമാണ്, അത് എയ്ഡഡ് സ്കൂളാണ്. അപ്പം എയ്ഡഡ് സ്കൂളായാലും അൺഎയ്ഡഡ് സ്കൂളായാലും ഗവൺമെന്റ് സ്കൂളായാലും ഒക്കെ തന്നെ ഇത്തരം പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ ഒരു സുഹൃത്ത്, അത് ഇപ്പോഴുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നില്ല, കുറച്ച് നാൾ മുമ്പുള്ളതായിരിക്കും, ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നു. അതായത് ഒരു അംഗൻവാടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ അങ്കണവാടിയുടെ ഉദ്ഘാടനം ഇസ്ലാമിക മത ആചാര ചടങ്ങുകളോടെ നിർവഹിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇവരുടെ ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട്, ഞമ്മന്റെ നാട്ടിൽ എല്ലാം ഞമ്മൻ തീരുമാനിക്കും, അതിനെ എതിർക്കാനുള്ള നട്ടല് ഉള്ള ഭരണകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന വെല്ലുവിളി തന്നെയാണ് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ഇത് ചെയ്തത് വഴി നടത്തിയത്. ഭാരതാംബയെ പരിഹസിച്ചതിൽ കേരള ഹൈക്കോടതി പോലും വിമർശിച്ചിട്ടും വീണ്ടും അതിന് പിന്നിൽ പോയി വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ അല്ലാതെ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കുവാൻ ഉള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഭരണകർത്താക്കളെ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുത്ത് ആദ്യം മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. ഇവർ പ്രാർത്ഥന ചെല്ലുന്ന വീഡിയോയും, അതായത് അങ്കനവാടിയുടെ കൊണ്ടോട്ടി അങ്കനവാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ചൊല്ലുന്ന വീഡിയോയും ആ സുഹൃത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാം. മുഹമ്മദ് യാ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലുള്ളാഹ് ഏക ഇലാഹ ലോക ഇലാഹ ഏക ഇലാഹ എന്ന പുരാണി നിൻ കൃപ ഞങ്ങളിലേക്കിടണേ. സത്യമതത്തിൽ ഞങ്ങളെയെന്നും പോറ്റിടുവാൻ വിധിയേയിടണേ. സത്യമതത്തിൽ ഞങ്ങളെയെന്നും പോറ്റിടുവാൻ വിധിയേയിടണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലുള്ളാഹ്. അതെ, ഇതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. ഇത് തീർച്ചയായിട്ടും ഇത് മതേതരം അല്ലെങ്കിൽ എന്താണ് മതസൗഹാർദ്ദപരമായ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമല്ല. നമ്മളൊരു പ്രാർത്ഥനയെ എതിർക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു കർമ്മത്തെയും നമ്മൾ എതിർക്കില്ല. പക്ഷേ ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവനയും ഈ ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടും ഇത് ഒരു അംഗനവാടി, ചെറിയ കുട്ടികളാണ്, അവരുടെ സ്കൂളുമായി ബന്ധപ്പെട്ട അംഗനവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് സ്ഥാപനമാണ്. ഒരിക്കലും ഒരു മതത്തിന്റെ, ഒരു പള്ളിയുടെയോ ഒരു മുസ്ലിം മഹല്ല് കമ്മിറ്റിയുടെയോ ഒന്നുമല്ല. അംഗനവാടി എന്ന് പറഞ്ഞാൽ സാമൂഹ്യക്ഷേമ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളാണ്. അവിടെയുള്ളവരൊക്കെ തന്നെ സർക്കാരിന്റെ താൽക്കാലിക ജീവനക്കാരാണ്, അംഗനവാടി ടീച്ചർ ഉൾപ്പെടെ. അപ്പം അവിടെ കൂടുതലും പഠിക്കാൻ എത്തുന്നത് മുസ്ലിം കുട്ടികളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആയ അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചർ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അവിടുത്തെ, അല്ലെങ്കിൽ പ്രാദേശികമായി അവിടെ ഒരു മുസ്ലിം സമൂഹത്തിന് പിന്തുണയുണ്ട് എന്ന് വിചാരിച്ച് ഇത്തരത്തിൽ ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്തതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? ഇത് അംഗനവാടി ഇനി വിദ്യാഭ്യാസ സ്ഥാപനമായി കൂട്ടിയിട്ടില്ലേ? അതോ ഇനിയിപ്പോൾ അംഗനവാടി ഒക്കെ തന്നെ ഈ ഇത്തരം മുസ്ലിം സമുദായാംഗങ്ങൾ തീരെഴുതി കൊടുത്തു? ഇതിപ്പോൾ ഒരു ഹൈന്ദവ പ്രാർത്ഥനയോ മറ്റു കാര്യങ്ങളാണ് ചൊല്ലുന്നതെങ്കിൽ ഇത് വലിയ വാർത്തയാക്കിയത്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മതാചാര പ്രകാരമുള്ള എന്തെങ്കിലും ആണെങ്കിലും ഇത് വാർത്തയാക്കിയത്. ഇത് ഇത്തരത്തിൽ മുസ്ലിം ആചാരപ്രകാരമുള്ള പ്രാർത്ഥനയും മറ്റും ചൊല്ലിക്കൊണ്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തത് എന്തുകൊണ്ട് വാർത്തയായില്ല? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഇതിനെയൊന്നും നേരത്തെ ഈ പോസ്റ്റിൽ തന്നെ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ തൊടാൻ കൈ പൊള്ളും. ഇതിനെ എതിർക്കാൻ, എതിർത്തൊരക്ഷരം മിണ്ടാൻ ഇവർക്കൊക്കെ ഭയമാണ്. അതാണ് സത്യം. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച
തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.